ഹലോ മക്കളെ, ദേ ഈ ക്വസ്റ്റ്യൻ നോക്കിയേ. ഇപ്പോഴും ഒരുപാട് ആൾക്കാർ ഇത് ഔട്ട് ടെക്സ്റ്റ് ആണെന്ന് പറയുന്നുണ്ട്. നിങ്ങളൊന്ന് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയേ. പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ PCR ആംപ്ലിഫൈസ് DNA ഫോളോയിങ് ദ ഇക്വേഷൻ. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇതെങ്ങനെ ഔട്ട് ടെക്സ്റ്റ് ആവും? ഇത് നിങ്ങൾ പഠിക്കുന്നതല്ലേ, ഇത് കോൺസെപ്ച്വൽ ക്വസ്റ്റ്യൻ ആണെന്നേ ഉള്ളൂ. ഇപ്പോൾ ഈ ഒരു ഡയഗ്രാം നമ്മുടെ NCERT ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്നതാണ്. ഇതിനകത്ത് DNA റെപ്ലിക്കേഷൻ ആണ് കൊടുത്തിരിക്കുന്നത് അല്ലേ, PCR ടെക്നിക്കിൽ DNA റെപ്ലിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും ഡീനേച്ചറേഷൻ, അനീലിങ്, എക്സ്റ്റൻഷൻ എന്നീ 3 സ്റ്റെപ്സ് കഴിയുമ്പോൾ ഒരു DNA മോളിക്യൂളിൽ നിന്ന് 2 DNA മോളിക്യൂൾസ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഒരു സൈക്കിളിൽ ഒരു DNA മോളിക്യൂളിൽ നിന്ന് 2 DNA മോളിക്യൂൾ. അപ്പോൾ രണ്ടാമത്തെ സൈക്കിളോ അപ്പോൾ എത്രയാവും? 4 ആകും. മൂന്നാമത്തെ സൈക്കിളിലോ 8 ആകും. അതായത് 2⁻3 8 DNA മോളിക്യൂൾസ്. അപ്പോൾ എത്ര സൈക്കിളാണോ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ എത്ര സൈക്കിളിലൂടെയാണോ DNA റെപ്ലിക്കേഷൻ നടക്കുന്നത്, 2 × 2 that number. അപ്പോൾ ഇതിനകത്ത് ആൻസർ എന്ത് വരും? 2⁻n, where n is a number of cycles. അപ്പോൾ തീർത്തും നമ്മൾ പഠിക്കുന്നത് തന്നെ അല്ലേ NCERTയിലെ ഡയഗ്രാം തിയറി, അതിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു കോൺസെപ്ച്വൽ ക്വസ്റ്റ്യൻ ആണെന്നേ ഉള്ളൂ. സോ നിങ്ങൾക്ക് പലപ്പോഴും ഔട്ടെന്ന് തോന്നുന്നത് ഔട്ട് ടെക്സ്റ്റ് ആയിരിക്കില്ല. ടെക്സ്റ്റിനകത്തുള്ള ആപ്ലിക്കേഷൻ ലെവൽ അല്ലെങ്കിൽ കോൺസെപ്റ്റ് ക്ലാരിറ്റിയോടെ പഠിച്ചാൽ മാത്രം എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും.